ഈ കാണുന്നത് പഴയൊരു പോർട്ടബിൾ DVD പ്ലെയർ ആണ്. DVD പ്ലെയർ മാത്രമല്ല, ഇതിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇത് TV ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ പെൻ ഡ്രൈവും മെമ്മറി കാർഡ് ഇതൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റീസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കോഴിക്കോടുള്ള വിനായക് എന്ന് പറയുമ്പോൾ നമുക്ക് അയച്ചു നിൽക്കുന്നതാണ് ഈ ഒരു DVD പ്ലെയർ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡുകളെല്ലാം തുരുമ്പോലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോർഡിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഈ കണക്ടർ ഇത് ഡാമേജ് ആയതാണ്. പിന്നെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് 2 ചെറിയ സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്പീക്കറൊക്കെ ഡാമേജ് ആയതാണ്, തുരുമ്പെല്ലാം കയറി. അതുപോലെ നമ്മളിവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയൊക്കെ റീസ്റ്റോറേഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബോർഡുകളൊക്കെ നമ്മൾ വെള്ളവും കാർ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചായിരുന്നു കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇത് മറ്റൊരാളുടെ സാധനമായതുകൊണ്ട് നമ്മളിന്ന് ഫോം ക്ലീനർ ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയും ഈ കാണുന്ന പോലെ തുരുമ്പൊക്കെ കയറി ഡാമേജ് ആയതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പുറമേയുള്ള കവർ ഇതെല്ലാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത പ്രശ്നം ഈ ഒരു ഡിസ്ക് ഡ്രൈവിൻ്റെ ഈ ഒരു ഐ സെൻസർ മുന്നോട്ടും പുറകോട്ടും നീങ്ങുന്ന ഈ ഒരു മെക്കാനിസം സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതും നമ്മൾ അഴിച്ച് ഓയിലേക്ക് അപ്ലൈ ചെയ്തും അതുപോലെ ഇതിൻ്റെ മോട്ടറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഐ സെൻസറിൻ്റെ ലെൻസും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചെടുത്ത് എല്ലാം പഴയതുപോലെ എല്ലാം റീഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഡിസ്കും കൂടി ഇട്ടുന്ന പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലുള്ള പഴയ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. മിക്കതിനും ഇതുപോലുള്ള ചെറിയ നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ ആയിരിക്കും കാണുള്ളൂ. ഒട്ടുമിക്കതെല്ലാം തന്നെ നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നോക്കിയാൽ മതി. അതുപോലെ ഈ പോർട്ടബിൾ DVD പ്ലെയറിലും ഓഡിയോ ഔട്ടും വീഡിയോ ഔട്ടും എല്ലാം എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഓഡിയോ വീഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഈ പോർട്ടബിൾ DVD പ്ലെയർ ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററി ഒക്കെ വരുന്ന മോഡലാണ്. അപ്പോൾ ഇതിന് ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ നേരത്തെ കംപ്ലൈൻറ്റ് ആയതാണ്. അപ്പം ബാറ്ററി ഇല്ലാതെ നമുക്ക് ഈ പോർട്ടബിൾ DVD പ്ലെയർ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലൊക്കെ വർക്ക് ചെയ്യാനും കഴിയും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.